തായന്നൂരിലെ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച കേസിൽ 2 BJP പ്രവർത്തകർ അറസ്റ്റിൽ. എണ്ണപ്പാറ സ്വദേശി വിശാൽ ബാബു, പറക്കളായി തോണിക്കല്ല് സ്വദേശി അഭിനവ് എന്നിവരെയാണ് അമ്പലത്തറ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച പുലർച്ചെയാണ് എണ്ണപ്പാറ തായന്നൂരിലെ ഓഫീസിന്റെ ജനൽ ചില്ലുകളും കൊടിമരങ്ങളും തകർത്തിരുന്നത്. എണ്ണപ്പാറയിൽ CPM ഓഫീസ് ആക്രമിച്ച കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. എണ്ണപ്പാറയിലെ വിശാൽ കെ ബാബു, പറക്കളായി തോണിക്കല്ലിലെ TK അഭിനവ് എന്നിവരാണ് പിടിയിലായത്. അമ്പലത്തറ SI MV പ്രകാശനാണ് കേസെടുത്തതിനു പിന്നാലെ പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രതികൾ BJP പ്രവർത്തകരെന്ന് പോലീസ് പറഞ്ഞു. CPM ഓഫീസ് ആക്രമിക്കുന്നതിനിടെ പ്രതികളിൽ ഒരാളുടെ കൈക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു. ഇതിനെ തുടർന്ന് ഇയാൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയതോടെയാണ് പോലീസിൽ പിടിയിലായത്. വിശാൽ കെ ബാബു, പറക്കളായി തോണിക്കല്ലിലെ TK അഭിനവ് എന്നിവരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. വിശാലിനാണ് പരിക്കേറ്റത്. ഇയാളുടെ ഇടത് കൈക്ക് ആഴത്തിൽ മുറിവേറ്റിരുന്നു. ആദ്യം കാഞ്ഞങ്ങാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇടത് കൈക്കേറ്റ പരിക്ക് ഗുരുതരമായതിനാൽ പരിയാരത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അമ്പലത്തറ SI MV പ്രകാശനാണ് പരിയാരത്തെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത്. 2ാം പ്രതി സഹായത്തിനായി ഒപ്പം ആശുപത്രിയിലെത്തിയതായിരുന്നു. അക്രമം നടന്ന പാർട്ടി ഓഫീസിൽ ചോരപ്പാടുകൾ കണ്ടതാണ് വഴിത്തിരിവായത്. തുടർന്ന് പ്രദേശത്തെ നിരവധി CCTVകൾ പോലീസ് പരിശോധിച്ചു. 2 പേർ സ്കൂട്ടറിൽ പോകുന്ന ദൃശ്യം ലഭിച്ചതോടെ നാട്ടുകാർ പ്രതികളെ തിരിച്ചറിഞ്ഞു. തുടർന്ന് പ്രതിയുടെ മാതാവിനെ പോലീസ് ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് ചികിത്സ തേടി പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രതികൾ ഉള്ളതായി വ്യക്തമായത്. പാർട്ടി ഓഫീസിന്റെ 8 ജനാല ചില്ലുകൾ അടിച്ചു തകർത്തിരുന്നു. ഈ സമയത്താണ് പ്രതിക്ക് പരിക്കേറ്റത്. പാർട്ടി ഓഫീസിന് മുന്നിലെ കൊടിമരവും തകർത്തു. 1 കിലോമീറ്റർ അകലെ മേലെ എണ്ണപ്പാറയിലെ CITU DYFI കൊടിമരവും തായന്നൂർ ജംഗ്ഷനിൽ CPM കൊടിമരവും ഫ്ലക്സ് ബോർഡും തകർത്തിരുന്നു. പ്രതികൾ സഞ്ചരിച്ച സ്കൂട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.